ഞാനെപ്പോഴും വിശ്വസിക്കാറുണ്ട് നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണം. നമുക്ക് ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മേക്കിംഗ് മണിയാണ്. അപ്പോൾ തന്നെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും കൂടെ ഒരു വ്യക്തിക്ക് പേഴ്സണലി വേണം എന്നുള്ളത് ഞാൻ വിചാരിച്ചത് എനിക്ക് വായനയിൽ നിന്ന് കിട്ടിയാന്ന് എനിക്ക് തോന്നുന്നു. അത് സിബ്ലിംഗ് ആയാലും വൈഫായാലും ഹസ്ബൻഡ് എല്ലാം, അതായത് നമുക്കില്ലാത്തൊരു സ്കില്ലുള്ള ആൾ വേണം, എങ്കിലാണ് കോംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അതൊരു വയബിൾ അല്ലാന്ന് തോന്നുന്നു. ബൈബിൾ ക്ലിയർലി പറയുന്നുണ്ട് ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണിയാണ് റോങ്. ബിക്കോസ് ഈ മണി ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ അറിയാലോ, അതിനകത്ത് മെനി റിച്ച് പീപ്പിൾ. ഇപ്പോൾ ഡേവിഡ് എക്സ്ട്രീമിലി റിച്ച് ആണ്, അബ്രഹാം എക്സ്ട്രീമിലി റിച്ച് ആണ്, ജേക്കബ് എക്സ്ട്രീമിലി റിച്ച് ആണ്, സോളമൻ എക്സ്ട്രീമിലി റിച്ച് ആണ്. അപ്പം ഈ ബൈബിൾ വാസ് അഗെയിൻസ്റ്റ് മണി, ഇവരാരും വരരുത്. പക്ഷേ അപ്പം ഞാൻ ഓർത്തു നമ്മുടെ അങ്ങനെ ആ ടീച്ചിങ്ങിൽ കൂടി ഒരു 10 പേർക്കെങ്കിലും ഒരു റെവലേഷനോ ഇൻസ്പിറേഷനോ ഉണ്ടാവുകയാണെങ്കിൽ, അവർ 10 പേർക്ക് തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ, അവരുടെ വീടുകളിൽ കുറച്ചുകൂടി ഫിനാൻസ് വരുവാണെങ്കിൽ ആ കുടുംബങ്ങൾ കുറച്ചുകൂടി മനോഹരമാകുമല്ലോ. Leaving home is never easy, but believing in a better future makes it worth everything. A serial entrepreneur by spirit, he has always believed that businesses should do more than grow, they should change lives. Through Twins Abroad, he created more than a company. He created a pathway for students who dream beyond borders, for professionals seeking global opportunities, and for families placing their trust in the future. He understands the fear of the first step, the courage it takes to leave home, and the responsibility of guiding someone's dream. Welcome to GHC Growth Talks, Mr. Kannan, founder of Twins Abroad. ശരിക്കും ILT അല്ലെങ്കിൽ ട്വിൻസ് എബ്രോഡ്, അപ്പോൾ കണ്ണൻ അതുപോലെ കണ്ണൻ്റെ ബ്രദർ ഉണ്ണി, അപ്പോൾ നിങ്ങൾ തുടങ്ങിയ സംരംഭമാണ് ഇപ്പോൾ രണ്ടും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫൗണ്ടിങ് ജേണി ഞാൻ മനസ്സിലാക്കുന്നത് ടീച്ചേഴ്സായിട്ട് തുടങ്ങി, ചെറിയ ലെവലിൽ തുടങ്ങി ഇപ്പോൾ 2 ഡിവിഷനായി നിൽക്കുന്നു, ഇന്ത്യയിലും വെളിയിലൊക്കെ ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫൗണ്ടിങ് ജേണി അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ലാംഗ്വേജ് സ്റ്റഡിങ്ങിലേക്ക് നിങ്ങൾ എത്തിയത്? വാസ്തവത്തിൽ ഞങ്ങൾ ട്വിൻസാണ്, കണ്ണൻ മൈക്കിൾ, ഉണ്ണി മൈക്കിൾ 2 പേരാണ്. അപ്പോൾ ഞങ്ങൾ കോളേജ് അധ്യാപകരായിരുന്നു. അപ്പോൾ 2 പേരും ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം കോളേജിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നോർമലി നമ്മൾ ഇംഗ്ലീഷ് അധ്യാപകരായതുകൊണ്ട് നമ്മളോട് നമ്മുടെ സ്റ്റുഡൻസും അതുപോലെ തന്നെ അവരുടെ പേരൻസ്, സ്റ്റാഫ്, അവരൊക്കെ പറയും നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറവാണ് അല്ലെങ്കിൽ ഗ്രാമർ കുറവാണ്, അപ്പോൾ അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സഹായിക്കാവോ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്, അത് സക്സസ് ആകുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമുക്കറിയാം ഇപ്പോൾ കോളേജിലെ ജോലി സംബന്ധിച്ചിടത്തോളം അതിനൊരു വലിയ ഒരു പ്രൊഫഷനാണല്ലോ. അപ്പോൾ നമുക്ക് ചെറുപ്പം തൊട്ടേ ഒരു ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്നതൊക്കെ ആഗ്രഹം നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വായനയുള്ള ആളുകളാണ്, അപ്പോൾ പുസ്തകം വായിച്ച് കൊടുക്കുക ആവാം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമുക്കറിയാവുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സംരംഭത്തിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന പരിപാടി പഠിപ്പിക്കാനാണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെ ഒരു ബിസിനസ് കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാം എന്ന് ചിന്തിച്ചപ്പോഴാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങുന്ന വാസ്തവത്തിൽ ഈ പറഞ്ഞൊന്നുമല്ല. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ചത് എന്നാൽ നമുക്ക് ഗ്രാമർ അറിയാം, എന്നാൽ പിന്നെ ഒരു ഗ്രാമറിൻ്റെ പുസ്തകം എഴുതി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാമെന്നാണ് ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴും നമ്മളിപ്പോൾ ഒരു 2016 കാലഘട്ടത്തിലാണ് ഇങ്ങനെ കോളേജ് അധ്യാപനത്തിൽ നിന്ന് നേരെ നമ്മൾ പുസ്തകം എഴുതുന്നതിലോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് 10-20 വർഷമായിട്ട് മാർക്കറ്റിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഗ്രാമർ പഠിപ്പിക്കാൻ. അപ്പോൾ നമ്മളൊരു ഗ്രാമർ പഠിപ്പിക്കുന്ന പുസ്തകമായിട്ട് ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങിയാൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിച്ച് അതിനകത്ത് എന്ത് ഇന്നോവേഷൻ കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ട് ഒരു 3 പുസ്തകം നമ്മൾ എഴുതി ഉണ്ടാക്കി. എന്നിട്ട് ഇത് മെമ്മറി കാർഡിൽ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഇൻഡസ്ട്രിയിലില്ല. ഇപ്പൊ ആപ്പുകളും മൊബൈൽ ആപ്പുകളൊക്കെ വന്നല്ലോ. അന്നെന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്പുകളോ ആപ്ലിക്കേഷൻസോ ഒന്നുമില്ല. ഏക മാർഗം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുക, പഠിക്കുക, അല്ലെങ്കിൽ പുസ്തകം മേടിക്കുക, പഠിക്കുക എന്നുള്ളത് 16-17 കാലഘട്ടത്തിലാണ്. അപ്പോൾ മെമ്മറി കാർഡിൽ കൊടുക്കുന്ന പരിപാടി ഒരിടത്തുമില്ല. അതിന് ശേഷം പലരും തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിത് കോപ്പി അടിച്ച് ഓക്കെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ നമ്മുടെ പുസ്തകം മുഴുവനും വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡിൽ നമ്മൾ സേവ് ചെയ്തിട്ട് ഓരോ പുസ്തകത്തിൻ്റെ കൂടെ മെമ്മറി കാർഡ് കൊടുത്തു. അതൊക്കെ വലിയ കഥയാണ്. കാരണം നമുക്കന്ന് ഈ ഹൈ റേഞ്ചിലായതുകൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ അറിവില്ലായ്മയാണ്. അപ്പോൾ എങ്ങനെ മെമ്മറി കാർഡിൽ എങ്ങനെ കോപ്പി ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്കാകെ അറിയാവുന്ന കാർ റീഡറിൽ എടുത്തിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ കുത്തി കോപ്പി ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ 300-200 പുസ്തകത്തിൻ്റെ ഒക്കെ ഓർഡർ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് 2-3 ദിവസം കൊണ്ട് കൊടുക്കണം. അപ്പം 10-17-18 മണിക്കൂർ നമ്മൾ ഈ മെമ്മറി കാർഡിൽ കാർ റീഡർ കുത്തി 2-3 ലാപ്ടോപ്പ് കടം മേടിച്ചതുമായിട്ടിരുന്ന് നമ്മൾ ശരിക്കും റെക്കോർഡ് ചെയ്ത്
കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യം തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ സി ഡി ആക്കി. ഓക്കെ. നമ്മൾ കാരണം മെമ്മറി കാർഡിൻ്റെ വില റേറ്റുകൾ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളത് DVD ഒക്കെ എല്ലാവരും ഉള്ളത് കൊണ്ട് പയ്യെ അത് സി ഡി ആക്കി ഈ പുസ്തകത്തിൻ്റെ. അതങ്ങനെ നമ്മൾ തുടർന്ന് പോരുമായിരുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തു. ഇപ്പോൾ ഒന്നാമത്തെ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളുകളിലാണ് പുസ്തകം കൊടുക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ പുസ്തകം കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ കൃത്യമായിട്ട് സമയത്തിന് പൈസ തരണമെന്നില്ല. പിന്നെ 2, നമുക്കിപ്പോഴും പൈസ ചോദിച്ചുകൊണ്ട് സ്കൂളുകളിൽ ചെല്ലാൻ പറ്റത്തില്ല. അവിടുത്തെ മാനേജ്മെൻറ്റ് നമുക്കൊരു ഓപ്പണിങ് തരുമ്പം അത് അവർക്കും ഡിസ്റ്റർബ് ആകാൻ പാടില്ല, കുട്ടികൾക്കും ഡിസ്റ്റർബ് ആകാൻ പാടില്ല. അപ്പോൾ നമുക്ക് പല ഇൻ്റർവെൽസിൽ പോയാണ് നമ്മൾ പൈസ കളക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് അധ്യയന വർഷം ഒന്ന് തീരും, അല്ലെങ്കിൽ എക്സാമിൻ്റെ ചൂടാകും, അപ്പോൾ നമുക്ക് കയറാൻ പറ്റത്തില്ല. അങ്ങനെ വന്നപ്പോൾ ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ സംരംഭം ബിസിനസ് തുടങ്ങിയിട്ട് ഒരു 6 ലക്ഷം രൂപ നമുക്ക് കടം വന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് ലെസൺ. അതാണ് ഫസ്റ്റ് ലെസൺ. അതെ. അപ്പോൾ ഫസ്റ്റ് ലെസന് ഞാൻ പഠിച്ചത് ഒരിക്കലും കടം കൊടുത്ത് ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ നോക്കരുതെന്നുള്ളതാണ്. ഓക്കെ. അല്ലെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ പറ്റുന്ന റൂട്ടായിരിക്കും. ഇത് നമുക്കൊട്ടും പറ്റത്തില്ലാത്തൊരു മേഖലയും കൂടെ ആയിരുന്നു ഈ സ്കൂളുകളിൽ ചെന്ന് പൈസ കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ അതുമല്ല, ഈ സമയങ്ങളിൽ ജോലി റിസൈൻ ചെയ്യുന്നു, നമ്മുടെ വേറെ വരുമാന മാർഗങ്ങളില്ല. അപ്പം ഭയങ്കരമായ സ്ട്രഗിളിൽ കൂടെ എനിക്ക് തോന്നുന്നു 1 മാസമൊക്കെ സ്കൂളുകൾ പോയിട്ട് ഒരു ഓർഡർ പോലും കിട്ടാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 1000 രൂപ മുടക്കാണ് പോക്ക്. കാരണം ഒരു കാർ റെൻറ്റിന് എടുത്താണ് പോകുന്നത്. കാരണം പുസ്തകങ്ങളെല്ലാം ആയിട്ട് ബൈക്കിന് നമുക്ക് പോകാൻ പറ്റത്തില്ല. പുസ്തകത്തിൻ്റെ 10-200 പുസ്തകത്തിൻ്റെ കെട്ട് കയ്യിലുണ്ട്. പിന്നെ ഞാനും ഉണ്ണിയും നമ്മുടെ സുഹൃത്തുമുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ പോവാണ്, അടിമാലി പോകുന്നു. കട്ടപ്പനയല്ലേ, അടിമാലി വരെ എത്ര കിലോമീറ്റർ ഉണ്ട്. പിന്നെ അവിടെ ചെന്ന് ഒരു അധ്യാപകനെ കാണുമ്പോൾ അദ്ദേഹം പറയും ഉച്ച കഴിഞ്ഞ് മീറ്റ്. അപ്പോൾ ഉച്ച വരെ അവിടെ ഇരിക്കും. അന്നേരം അദ്ദേഹം ഒരു കാര്യം ചെയ്യും, ടീച്ചേഴ്സിനോട് ആലോചിക്കണം, നാളെ വരാൻ പറയും. നാളെ വീണ്ടും നമ്മുടെ പുസ്തകമായിട്ട് ചെല്ലും. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്യുക, നാളെ കഴിഞ്ഞ് ഒന്നുകൂടെ വാ, നമുക്ക് ആലോചിക്കാം. നാളെ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ അവർ നമുക്ക് എടുക്കാൻ താല്പര്യമില്ല. അങ്ങനെ എനിക്കൊന്ന് കറക്റ്റ് ഞാൻ ഓർക്കുന്നുണ്ട്, 30 ദിവസം നമ്മൾ പോയിട്ടും ഒരു ബിസിനസ് പോലും കിട്ടാതിരുന്ന ഒരുപാട് സമയങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പോൾ നമ്മൾക്കറിയാവുന്ന ഏക പരിപാടി പുസ്തകം എഴുതുക, അല്ലെങ്കിൽ പുസ്തകം ഗ്രാമർ രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ പയ്യെ ഈ ഒരു ട്രാജഡി വന്നപ്പോൾ നമ്മൾ പിന്നെ ഓർത്ത പുസ്തകം എഴുതാമെന്നാണ്, അടുത്ത പുസ്തകം എഴുതിയിട്ട് വേറെ മാർക്കറ്റ് കണ്ടുപിടിക്കാമെന്നാണ്. പക്ഷെ അന്നേരം നമ്മളോട് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു, ബുക്കിന് എപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട്. ഇത് അഡ്വാൻസായി ബുക്ക് സ്റ്റോളുകളിൽ കൊണ്ട് കൊടുത്താലും പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടത്തില്ല, ഒരു സ്ട്രഗിൾ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഇതിനെങ്ങനെ കുറച്ചുകൂടെ ടെക്നോളജി പരമായിട്ട് കൊടുക്കാൻ പറ്റുമോ നമ്മൾ ചിന്തിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈനിൽ കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഫോണിൽ കൂടാണ്. അന്ന് നമുക്ക് ടെക്നോളജിയെക്കുറിച്ച് നമുക്ക് വലിയ അറിവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫേസ്ബുക്കിൽ ചെറിയ രീതിയിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്തു. നമുക്കറിയാവുന്ന സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു. കട്ടപ്പനയിൽ ഒരു കൊച്ചു സ്ഥലമാണ്, അപ്പോൾ അവിടെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ്. കുറേ നോട്ടീസൊക്കെ കട്ടപ്പനയെ കൊണ്ട് ഒട്ടിച്ചു. നമ്മൾ അവിടെയുള്ള ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുള്ളൂ, എൻ്റെ അപ്പുറത്തോട് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവിടെ കുറേ നോട്ടീസൊക്കെ ഒട്ടിച്ചു, കുറേ വായനശാലകളിലൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈനിൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ചെറിയ ആണെന്നൊന്നും പറയാനില്ല, നമ്മുടെ ഫേസ്ബുക്ക് പേജിലും അക്കൗണ്ടിലും ഒക്കെ കുറേ വാർത്തയൊക്കെ ഇട്ടു. ഞങ്ങൾ ഇപ്പം MPhil MA B.Ed MPhil ഉള്ള ഇംഗ്ലീഷ് അധ്യാപകർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, പ്ലസ് കോളേജ് അധ്യാപകരാണ്. അപ്പോൾ അതിനൊരു ഒരു USP ഉണ്ടായിരുന്നു. അങ്ങനെ ആരും പെട്ടെന്ന് ഗ്രാമർ പഠിപ്പിക്കുന്നില്ല, അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർ. അപ്പോൾ അത് അട്രാക്റ്റഡ് ആയി. അങ്ങനെ ആളുകൾ നമ്മുടെ അടുത്ത് വരാൻ തുടങ്ങി. നമ്മൾ ആദ്യം ചെയ്തത്, നമ്മൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷിന് നമ്മളൊന്ന് പരിഷ്കരിച്ചിട്ട് IELTS ഉണ്ടല്ലോ, IELTS എക്സാം എഴുതുന്നവർക്ക് കിട്ടുന്നില്ല. ഒരു 100 പേര് എഴുതിയ 18% വിജയമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ്. ഇപ്പോൾ ലാംഗ്വേജ് പഠിക്കാതെ എക്സാം പോയാൽ കിട്ടത്തില്ല. അതായത് ഡ്രൈവിങ് പഠിക്കാതെ H എടുക്കാൻ പോകല്ലേ, H ടെസ്റ്റാണ്. അതുപോലെ IELTS ടെസ്റ്റാണ്. അപ്പോൾ Hന് പോകുന്നതിന് മുമ്പ് നമ്മൾ H എടുക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കണം. അപ്പം IELTS പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സത്യത്തിൽ ലാംഗ്വേജ് പഠിക്കണം. അല്ലാതെ IELTSൽ ആ ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്തൊരു മാർക്കറ്റ് കണ്ടിട്ട് നമ്മൾ അവിടെ IELTSന് മുമ്പ് പ്രീ IELTS എന്നൊരു കോഴ്സ് ഉണ്ടാക്കി. OET ഉണ്ട് നേഴ്സുമാർക്ക്, അപ്പോൾ അവർക്ക് ഫൗണ്ടേഷൻ ഫോർ OET ഉണ്ടാക്കി. എന്നിട്ട് അത് കൊടുക്കാൻ തുടങ്ങി. ഇതേ ഗ്രാമർ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ അവർക്ക് വേണ്ടി അത് കസ്റ്റമൈസ് ചെയ്തു. അത് ഭയങ്കരമായിട്ട് ക്ലിക്കായി കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർ നമ്മളെ വിളിക്കാൻ തുടങ്ങി. കാരണം എല്ലാവരും നല്ലപോലെ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മളത് സൂമിൽ കൂടെ ആക്കി, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അത് ഭയങ്കര സക്സസ് ആയപ്പോൾ നമുക്ക് IELTS OET ഒന്നുമില്ല. ഇവർ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ ഇത്രയും വൃത്തിക്ക് ഗ്രാമർ പഠിപ്പിച്ചെങ്കിൽ അതാണല്ലോ ഏറ്റവും പാട്, എങ്ങനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് IELTS പഠിപ്പിച്ചുകൂടാ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു?
നമ്മൾ പയ്യെ ഓൺലൈനിൽ തന്നെ ടീച്ചേഴ്സിനെ ഹയർ ചെയ്ത് ഇതൊക്കെ 2018 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. 2018 ഒരു മെയ് മാസം അല്ലെങ്കിൽ ഒക്കെയാണ് നടക്കുന്ന സമയം നമ്മൾ സ്റ്റാഫിനെ ഹയർ ചെയ്ത് ഒരു 6 മന്ത് ആയപ്പോഴേക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റും നമുക്കൊരു 50 ടീച്ചേഴ്സ് ശരിക്കും ഓൺലൈൻ IELTS OET എടുക്കാനുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിസിനസ്സും വന്നു. അതാണ് എൻ്റെ ഒരു അധ്യാപനത്തിൽ നിന്നും പയ്യെ ഈ ഒരു ഓണർഷിപ്പിലേക്ക് വന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കട്ടപ്പനയായിരുന്നു, അത് കോട്ടയത്തായിരുന്നു? കട്ടപ്പന. നമ്മൾ ശരിക്കും കട്ടപ്പനയിലാണ് ഗ്രാമർ സ്പോക്കൺ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമുക്കൊരു കൊച്ചു റൂമുണ്ട്, ഒരു ഞങ്ങളതിനെ പറയുന്നത് ഒരു കംഫർട്ട് സ്റ്റേഷൻ അടുത്തുള്ള ഒരു കൊച്ചു ലോഡ്ജ് മുറി. 1000 രൂപയേന് വാടകയുള്ളൂ ഒരു മാസം. അപ്പോൾ അവിടെ ഇരുന്നാണ് ഈ പുസ്തകം എഴുത്തും പിന്നെ നമ്മുടെ മെമ്മറി കാർഡ് കോപ്പി ചെയ്യുന്നതും CD റൈറ്റ് ചെയ്യുന്ന എല്ലാം അവിടെയാണ്. നമ്മൾ CD ഞങ്ങൾ തന്നെ റൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു സ്ഥലത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നാണ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചോറ് തുലിക്കുന്ന ഒരു മുറി. അതിന് എനിക്കൊന്ന് 980 രൂപയും കണ്ട് അതിന് റെൻ്റുള്ളൂ ഒരു മാസം. അത് 3 മാസം കൊടുക്കാൻ പറ്റാതെ അതിൻ്റെ ഓണർ ഞാൻ പ്രാവശ്യം ചെല്ലുമ്പോൾ അത് പൂട്ടിയിട്ടേക്കും. അപ്പോൾ പുള്ളിയെ ഞാൻ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കോളേജ് അധ്യാപകരായതുകൊണ്ടാണ് ഈ റൂം തന്നെ. അപ്പം 3000 രൂപ പോലും നിങ്ങൾക്ക് 3 മാസമായിട്ട് തരാൻ പറ്റത്തില്ലെങ്കിൽ അത് 3 കോളേജ് അധ്യാപകർ സുഹൃത്തുമുണ്ട്, പിന്നെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ കട്ടപ്പനയിലാണ് നമ്മൾ ഓൺലൈനായിട്ട് ഒരു ഓഫീസൊക്കെ എടുത്തൊന്ന് സെറ്റ് ചെയ്ത് വരുന്നത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് റെഗുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് കോട്ടയത്താണ്. കോട്ടയമാണ് കുറച്ചുകൂടെ അതിന് IELTS OET ഒരു ഹബ്ബ് എന്ന് മനസ്സിലാക്കി ലെവലിലേക്ക് തുടങ്ങി മാറിയത്. ശരിക്കും ഇതിൽ കോ ഫൗണ്ടറായിട്ട് നമ്മുടെ ഫൗണ്ടർ ജേണി പറയുമ്പോൾ കണ്ണൻ്റെ സിബ്ലിംഗ് ആയിട്ടുള്ള ഉണ്ണിയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഒരു കോ ഫൗണ്ടറെ ചൂസ് ചെയ്യുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം. അത് സിബ്ലിംഗ് ആയാലും വൈഫായാലും ഹസ്ബൻഡ് എല്ലാം, അതായത് നമുക്കില്ലാത്തൊരു സ്കില്ലുള്ള ഒരാൾ വേണം, എങ്കിലാണ് ഇത് കോംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അതൊരു വയബിൾ അല്ലാന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങളുടെ എങ്ങനെയാണ് സ്കിൽസ് കോംപ്ലിമെന്റ് ചെയ്യുന്നത്, നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കോ ഫൗണ്ടിങ്? അതെ, തീർച്ചയായിട്ടും മനു പറഞ്ഞ വലിയൊരു കാര്യമാണ്. ഒന്നാമത് ഈ പാർട്ട്ണർഷിപ്പിന്റെ ഏറ്റവും വലിയ ക്രൈസിസ് ഈ ബിസിനസ്സിന്റെ പാർട്ട്ണർഷിപ്പാണ്. അതിനകത്ത് തന്നെ ഫാമിലീസ് ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയും അത് അതിലും കൂടുതൽ ഹെഡേക്കാണ്. ഇപ്പോൾ സുഹൃത്തുക്കൾ പാർട്ട്നേഴ്സായിട്ടിരിക്കുന്നതിനേക്കാളും മച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ സിബ്ലിങ്സ് ആയിട്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ രണ്ടുപേരുടെയും നേച്ചർ എക്സ്ട്രീമിലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു സോഷ്യൽ പരമായിട്ട് ആൾക്കാരെ പോയി കാണുക, ഇടപെടുക, നെറ്റ്വർക്കിങ്, അങ്ങനെയുള്ള ഒരു HR സൈഡുകൾ, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഈ എക്സ്പാൻഷൻ, ഈ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. ആ സമയം അക്കൗണ്ട്സ്, സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓപ്പറേഷൻസ് എല്ലാം ഉണ്ണിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണിക്ക് എപ്പോഴും സത്യത്തിൽ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് ഓഫീസിന് പുറത്ത് പോയി ജോലി ചെയ്യാനാണ് ഇഷ്ടം. അപ്പം നമ്മുടെ കോട്ടയം ഓഫീസാണെങ്കിലും ഇവിടെ കൊച്ചിയിലെ ഓഫീസാണെങ്കിലും ദുബായ് ഓഫീസാണെങ്കിലും ഞാൻ പോയി നിന്ന് കണ്ട് ചെയ്തു വരികയാണ്. ചിലപ്പോൾ ഇനാഗുറേഷൻ അന്നായിരിക്കും ഉണ്ണി ഓഫീസ് കാണുന്നത്. മെനി ടൈംസ് അങ്ങനെയാണ്. ഒരു കൊട്ടേഷൻ എടുത്തിട്ട് ഓഫീസ് പണിയാൻ തുടങ്ങിയാൽ ഒരു ഓഫീസ് പണിയുകയാണ് എന്ന് പറഞ്ഞാൽ അന്ന് തലേദിവസം ഇനാഗുറേഷൻ്റെ അന്ന് വരുമ്പോഴാണ് ഈ ഓഫീസ് ഇങ്ങനെയാണ് എന്ന് പോലും ഉണ്ണി കാണുന്നത്. അക്കൗണ്ട്സിൻ്റെ അതേസമയം ഉണ്ണിക്ക് ഞാൻ കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. വി ട്രസ്റ്റ് ഈച്ച് അതർ. അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണെങ്കിലും ഇപ്പോൾ ഉണ്ണി നിൽക്കുന്ന UK യിലാണ്, നിങ്ങൾ ഇന്ത്യയിലാണ്. അപ്പം കുറേ കൂടി ഇപ്പോൾ ഓപ്പറേഷൻസ് ചെയ്യാൻ മനസ്സിലാക്കുന്നു ദുബായിലും ഉണ്ട്. അതേപോലെ ഗ്ലോബലി നമ്മൾ ദുബായ് ബേസ്ഡ് ആക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ഞാൻ പലപ്പോഴും നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഞാൻ പല റീൽസും വായിച്ചപ്പോൾ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിലും ആ ഏജൻസിയിലും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇവിടെ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ശരിക്കും? അത് ആക്സിഡന്റിൽ സംഭവിച്ചതാണോ, അത് നിങ്ങളുടെ ഒരു പോളിസിയാണോ? അങ്ങനെ ഇതിനകത്ത് 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഈ IILT എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഒരു ജേർണി നിർത്തിയത് ലാംഗ്വേജ് ആൻഡ് ട്രെയിനിങ്ങിലാണ്. ഇപ്പോൾ ലാംഗ്വേജ് ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ അതിനെപ്പോഴും നമ്മൾ ബിസിനസ് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇത് എപ്പോഴും ഇതിനകത്ത് ഈ ചേഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ IELTS OET ഒരു സ്ഥാപനം പഠിപ്പിക്കുന്നു, OET എന്നില്ല IELTS പഠിപ്പിക്കുന്നു. അവരെന്നിട്ട് ആ കുട്ടികൾ വേറൊരു സ്ഥാപനത്തെ അപ്രോച്ച് ചെയ്യുകയാണ്, സ്റ്റഡി അബ്രോഡിന് പോകാൻ വേണ്ടിയോ അല്ലെങ്കിൽ നേഴ്സായിട്ട് UK പോകാൻ വേണ്ടിയോ. പക്ഷെ കാലം കുറേ കഴിഞ്ഞപ്പം ഈ സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ ഈ നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ തന്നെ ലാംഗ്വേജ് ട്രെയിനിങ് തുടങ്ങി. അപ്പോൾ അവർക്കത് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. നമ്മളിവിടെ 10,000 രൂപ മേടിച്ച് ഒരു മാസം പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ ഇത് ഫ്രീ ആയിട്ട് തരാം. അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോകും. അപ്പോൾ ആ ഇൻഡസ്ട്രി തന്നെ സത്യം പറഞ്ഞാൽ ഒരു ചേഞ്ചിലാണ്, അല്ലെങ്കിൽ അതിനകത്തൊരു മാറ്റം വരുത്തുമ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അതുകൊണ്ട് തന്നെ എക്സിസ്റ്റൻസിന് സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുക എന്നത് അനിവാര്യതയായി. അപ്പോൾ നമ്മൾ പയ്യെ ട്വിൻസ് അബ്രോഡ്
എന്ന് പറഞ്ഞ് പുതിയൊരു കമ്പനി ഒരു LLP സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അത് ഈ ട്വിൻസ് അബ്രോഡ് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് IIT പോലെ ഒരു നല്ലൊരു എസ്റ്റാബ്ലിഷ് ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് വീണ്ടും അടുത്ത അതോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ ലാംഗ്വേജ് ട്രെയിനിങ്ങിൻ്റെ വേറെ ഒരു ഘട്ടമാണ് പുറത്തോട്ട് പോകുക എന്നുള്ളത്. എന്തിനാണ് ട്വിൻസ് അബ്രോഡ് തുടങ്ങിയെന്ന്. അതിന് ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ ഈ പേര് ഓക്കെ ഈ IILT എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജ് ആൻഡ് ട്രെയിനിങ് എന്നാണ്. അത് പലപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ രജിസ്റ്റർ ആയി നിൽക്കത്തില്ല. എസ്പെഷ്യലി അത് IELTS-ഉമായിട്ടും IIT ആയിട്ടും ഒക്കെ പെട്ടെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഓർക്കത്തില്ല പേര്, നമ്മൾ മാർക്കറ്റ് ചെയ്താലും. അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന വലിയൊരു ക്യാൻവാസിലോട്ട് പോകുമ്പോൾ ഞങ്ങളത് കുറേ ഫേസ് ചെയ്തായി കമ്പനിയിൽ 3-4 വർഷം ഈ കമ്പനിയായിട്ടുള്ള ജേർണിയിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ട്വിൻസ് അബ്രോഡ് എന്ന് പറഞ്ഞ് ഒരു പുതിയ സ്ഥാപനം തുടങ്ങി സ്റ്റഡി അബ്രോഡിന് വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന ഏരിയാസ് ലാംഗ്വേജ് ട്രെയിനിങ്, സ്റ്റഡി അബ്രോഡ്, മൈഗ്രേഷൻ, ഒത്തിരി ഉണ്ട്. അപ്പോൾ അങ്ങനെ 4 ഏരിയാസും ഒരുമിച്ചാണ് ഉണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മനു ചോദിച്ച പോലെ അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ട്വിൻസ് അബ്രോഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ അതിനൊരു USP വേണമല്ലോ. കാരണം ഒരുപാട് പ്ലേയേഴ്സ് മാർക്കറ്റിലുണ്ട്, നമ്മൾ വേറെ ഒരു പുതിയ പ്ലെയറായിട്ട് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് USP കൊണ്ടുവരാൻ പറ്റും, ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ. അങ്ങനെ ചിന്തിച്ചപ്പോൾ നമ്മൾ ഓർത്തു, നമുക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്, നമ്മൾ വീഡിയോ എടുക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓർത്ത് എന്നാൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഉണ്ണി UK-യിലാണ്, സോ UK യൂണിവേഴ്സിറ്റികളിൽ പോയി കാണാൻ പാടില്ല. കാനഡയ്ക്ക് ഒരു വിസ എടുത്താൽ പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ പറയുന്ന ജർമ്മനി അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ് ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുട്ടികളെ വിടുന്ന രാജ്യത്തേക്ക് നമ്മൾ പോകാൻ തുടങ്ങി. നമ്മൾ പോയി അവിടെ ചെന്ന് ആ യൂണിവേഴ്സിറ്റി കാണും, അവിടുത്തെ പാർട്ട് ടൈം ജോലികൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കും, അവിടുത്തെ ക്ലൈമറ്റ് കൾച്ചറൊക്കെ മനസ്സിലാക്കി നമ്മൾ വീഡിയോകൾ ചെയ്ത് അങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ട്വിൻസ് അബ്രോഡിൽ നമ്മളൊരു ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. ശരിക്കും IILT-ന്ന് ട്വിൻസ് അബ്രോഡിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തത്. അതെ. നിങ്ങളുടെ ഒരു കസ്റ്റമർ അക്വിസിഷൻ അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിരിക്കാം, കാരണം ഓൾറെഡി നമുക്ക് ട്രാക്ക് ഉണ്ട്, കസ്റ്റമർ ബേസ് ഉണ്ട്. അവിടെ എന്തെങ്കിലും ചലഞ്ചസ്, കാരണം ഒരുപാട് പേര് പറയുന്നില്ല, ഒരുപാട് പ്ലേയേഴ്സ് ഉള്ള സെഗ്മെന്റാണ് സ്റ്റഡി അബ്രോഡ് അല്ലേ. അപ്പോൾ അവിടേക്ക് നിങ്ങളുടെ ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാനുള്ള സ്പീഡ് അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനകത്ത് 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന നേഴ്സസ് ആണ്. അപ്പം നേഴ്സസിൻ്റെ ഇൻഡസ്ട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത്. IELTS-ഉം OET-യും പഠിപ്പിക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു 80% നേഴ്സുമാരാണ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസാണ് വന്നുകൊണ്ടിരുന്നത്. ബട്ട് സ്റ്റഡി അബ്രോഡ് മാറിയപ്പോഴത്തേനും തികച്ചും വ്യത്യസ്തമായൊരു സെഗ്മെൻറ്റാണ്. മനു പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു 1.5-2 വർഷമെങ്കിലും എടുത്തു അതിനകത്തൊരു എക്സിസ്റ്റൻസ് ഉണ്ടാക്കാൻ. കാരണം ആ അപ്പുറത്തെ ലീഡ്സിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള ഞങ്ങളെ ഫോളോവേഴ്സിൻ്റെ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ സിബ്ലിങ്സോ ആയിട്ടുള്ള ആൾക്കാർ റെക്കമെൻഡേഷനാണ് കിട്ടിയത്. അവരെ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയില്ല സത്യത്തിൽ. ഓക്കെ. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ സ്കിൽഡ് ജോബ് മൈഗ്രേഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അത് ഇതിലൂടെ പോകുന്ന ആൾക്കാരാണോ, അത് സെപ്പറേറ്റ് അതിന് വേണ്ടി മാത്രം വരുന്നത്? അതെ. അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്വിൻസ് അബ്രോഡ് എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയത്. പക്ഷേ എന്നെ അറിയായിരിക്കും, ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു വേവാണിത്. ഒരു 4 to 5 years വലിയൊരു മാർക്കറ്റ് വല്ലാതെ ഹൈ ആയി നിൽക്കും. അതിനുശേഷം ഇതിനൊരു സെറ്റ് ബാക്ക് ഉണ്ട്, വീണ്ടും ഒരു 4-5 വർഷം വീണ്ടും ഇത് ഭയങ്കര ട്രെൻഡാകും. ഇപ്പോൾ നമ്മൾ സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയത് ഒരു ട്രെൻഡിൻ്റെ എൻഡിലാണ് സത്യത്തിൽ. ഒരു 2018-19 തൊട്ടൊരു ട്രെൻഡ് തുടങ്ങി, ഒരു 23-24 എൻഡ് അവസാനിച്ചെങ്കിൽ നമ്മൾ മാർക്കറ്റ് വരുന്നതിന് 23-ലാണ്. അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സത്യത്തിൽ മാർക്കറ്റ് തന്നെ ഇല്ലാതായി. ഞാൻ എപ്പോഴും പറയും, നമ്മൾ നിൽക്കുന്ന ഈ സെഗ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒറ്റ ദിവസം കൊണ്ട് വേണേൽ മാർക്കറ്റ് ഇല്ലാതാകാം. കാരണം ഇറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ അതർ കൺട്രീസ് ലോസ് ആണ്. ഇപ്പം ട്രംപ് പറയുകയാണ് നാളെ തൊട്ട് H1B1 വിസ വേണ്ട എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന നമുക്ക് പിന്നെ ബിസിനസ് ഇല്ല. മറ്റേ നമുക്ക് കുറച്ചുകൂടെ അറിയാം, സ്ലൈറ്റ് ആയിട്ടുള്ള ഡിക്ലൈനാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കാണ്. അപ്പം അങ്ങനെ നിന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സ്റ്റഡി അബ്രോഡിന് ഒരു സെറ്റ് ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചറുകളുണ്ട്, കാര്യങ്ങളുണ്ട്, സിസ്റ്റമുണ്ട്. അപ്പം ഈ സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇമിഗ്രേഷൻ. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് അറിയാമല്ലോ, ഇപ്പം കാനഡ, ഓസ്ട്രേലിയക്ക് ഇമിഗ്രേഷൻ പാത്ത് വേകളുണ്ട്. അപ്പോൾ ഇമിഗ്രേഷൻ തുടങ്ങി. അപ്പോൾ ഇമിഗ്രേഷനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ജോബ് റിക്രൂട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്ലംബർ, വെൽഡർ എന്ന് തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടും അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. പ്രൊഫഷണലായിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സ്, ഏത് പ്രൊഫഷനാണെങ്കിലും പ്രൊഫഷണൽ സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്. ലൈസൻസ് എടുത്തേക്കുന്നത് അതിനുവേണ്ടി നമ്മൾ റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ RI ലൈസൻസ്, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് RI ലൈസൻസ് എടുത്തു.
അത് നമ്മുടെ ബിസിനസ്സിൽ പഠിച്ചൊരു കാര്യമാണ്. നമ്മളൊരു ബിസിനസ് മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ ഒന്ന് കുറച്ചുകൂടെ സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിക്കുകയും അതിന് വേണ്ട ലൈസൻസുകൾ എടുക്കുകയും ചെയ്യണം എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ വലിയ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ലൈസൻസ് എടുത്ത് നമ്മുടെ ട്വിൻസ് അബ്രോഡിനെ ഒരു സ്റ്റഡി അബ്രോഡ് ലേബലിൽ നിന്ന് മാറ്റി ഒരു പ്യുവർ ഇമിഗ്രേഷൻ പ്ലസ് റിക്രൂട്ട്മെൻറ്റ് പ്ലസ് സ്റ്റഡി അബ്രോഡ്, ഈ 3 എണ്ണം ഒരു കുടക്കീഴിൽ ഇപ്പം നിൽക്കുന്നു. ലാംഗ്വേജ് ട്രെയിനിങ് IELT എന്ന് പറയുന്നതിൻ്റെ ഒരു അംബ്രല്ല. അങ്ങനെ 2 എണ്ണമാക്കി 2 എൻറ്റിറ്റി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഒരു നമ്മളെപ്പോഴും ക്യാപിറ്റൽ ഫണ്ടിങ് ജേർണി പറയുമ്പോൾ നിങ്ങൾ ചെറിയ ലെവലിൽ തുടങ്ങി അത് റീഇൻവെസ്റ്റ് ചെയ്യുന്ന പ്യൂർ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്ന ഒരു മോഡലിലേക്കാണ് നിങ്ങൾ ഇതുവരെ ചെയ്തേക്കുന്നത് അല്ലേ? വേറെ എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെന്റും അങ്ങനെ ഒരു കാര്യത്തിൽ മേടിച്ചിട്ടില്ല. പിന്നെ പണ്ട് സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഈ ലാംഗ്വേജ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഓൺലൈനിലൂടെ തുടങ്ങി പിന്നീട് ഒരു ആപ്പ് ബിൽഡ് ചെയ്തു അല്ലേ? അപ്പോൾ അത് വലിയൊരു എമൗണ്ട് ചെയ്ത് വളരെ യൂണീക്ക് ആയിട്ട് ഒരു ആപ്പ് ബിൽഡ് ചെയ്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാം. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നു ഒരു 2018 ഇൻഡസ്ട്രി വന്ന് ഒരു 3 to 4 ഇയേഴ്സിനുള്ളിൽ ഒരു 25 ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ലെഗസി ഉള്ളവരെ വരെ കോമ്പീറ്റ് ചെയ്യുന്ന പോലെ ഞങ്ങൾ വളർന്നു. അതിൻ്റെ ഒരു മെയിൻ റീസൺ നമ്മൾ ഈ പരമ്പരാഗതമായ പാതകൾ പിന്തുടരാതെ നമ്മൾ അതിനകത്ത് വ്യത്യസ്തം എന്തുകൊണ്ടുവരാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 2000 തൊട്ടൊക്കെ IELTS OET വളരെ ലേറ്റഡ് ഇൻട്രൊഡ്യൂസ് ആയത്. IELTS പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പം 2018 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 15-18 വർഷമായ ഒരു ഇൻഡസ്ട്രിയുടെ അവിടെയാണ് നമ്മൾ വരുന്നത്. അങ്ങനെ വരുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ക്ലോത്ത് ഇൻഡസ്ട്രി 100 കണക്കിന് വർഷങ്ങളായി, ബേക്കറി ഇൻഡസ്ട്രി 100 വർഷങ്ങളായി. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ പ്രശ്നം അതിനങ്ങനെ ഒരു സസ്റ്റൈനബിലിറ്റി ഇല്ലാത്ത ഇൻഡസ്ട്രിയാണ്. ഭയങ്കരമായിട്ട് ഇവോൾവിങ് ആണ്, ചേഞ്ച് ഉള്ളതാണ്. അപ്പോൾ അത് 18 വർഷമായ ഒരു മോഡൽ, ക്ലാസ് റൂം മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരുപാട് പോലെ ഓടത്തില്ല. അപ്പോൾ പണ്ട് കുട്ടികൾ എങ്ങനെയാണ്, അവർക്ക് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ അവർ ഒരു IELTS OET ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ IELTS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നു. രാവിലെ 9 തൊട്ട് 10 മണി 10 മണി തൊട്ട് 4 മണി വരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലിരിക്കുന്നു. ടീച്ചേഴ്സ് വന്ന് പഠിക്കുന്നു, പോകുന്നു. അപ്പോൾ അവരെ ABCD തൊട്ട് ചിലപ്പോൾ പഠിപ്പിക്കുമായിരിക്കും. പക്ഷെ ഇപ്പോൾ എന്താ, ഒരുപാട് CBSE കുട്ടികൾ ഇറങ്ങുന്നു, ICC പഠിച്ച കുട്ടികൾ ഇറങ്ങുന്നു, അല്ലെങ്കിൽ അല്ലാത്ത സിലബസിലുള്ള കുട്ടികൾ ഇപ്പോൾ IB പോലുള്ള സിലബസ് ഇറങ്ങുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 10 തൊട്ട് വൈകിട്ട് 5 മണി വരെ പലതരത്തിലുള്ള കുട്ടികളുടെ കൂടെ, CBSE കുട്ടികൾ, ICC കുട്ടികൾ, സ്റ്റേറ്റ് കുട്ടികൾ, ഇംഗ്ലീഷ് അറിയാവുന്നവർ അറിയത്തില്ലാത്തവർക്ക് കൂടെ ഇരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമില്ല, ടൈമും കളയേണ്ട കാര്യമില്ല. അപ്പോൾ അത് തന്നെ നമ്മളെപ്പോഴും പറയും, ആ ഒരു ക്ലാസ് റൂം മോഡൽ ലാംഗ്വേജ് ട്രെയിനിങ് അതിൻ്റെ ലാസ്റ്റ് ഇറയിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഓർത്ത് നമുക്ക് ടെക്നോളജി എങ്ങനെ കൊണ്ടുവരാം. കാരണം ടെക്നോളജി കൊണ്ടുവരാമെന്ന് ഓർത്താണ് നമ്മൾ ഓർത്തത് ഈ ഒരു ടീച്ചറിൻ്റെ അസിസ്റ്റൻസ് പ്ലസ് റെക്കോർഡഡ് ലെസൺസ്. അപ്പോൾ IELTS ആണെങ്കിൽ IELTSൻ്റെ മൊഡ്യൂളുകളാണ്. ആ മൊഡ്യൂളുകളെല്ലാം നമ്മൾ വളരെ വൃത്തിയായിട്ട് ഹൈലി പ്രൊഫഷണൽ സെൽറ്റ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വാളിഫൈഡ് ടീച്ചേഴ്സിനെ കൊണ്ട് റെക്കോർഡ് ചെയ്തു. പക്ഷെ ഇവർക്ക് വീഡിയോ നോക്കി മാത്രം പഠിക്കാൻ പറ്റത്തില്ല. റൈറ്റിംഗ് കറക്ഷൻ വേണം, സ്പീക്കിംഗ് പ്രാക്ടീസ് വേണം. അതിന് നമ്മൾ വീഡിയോ ലെസൺസ് പ്ലസ് ഒരു ട്രെയിനറിനെയും കൂടെ കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ രീതിയിലാണ് ഒരു ആപ്പ് ഉണ്ടാക്കിയത്. ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്, ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപ താഴെ ഒരു ചെറിയ ആപ്പ് ഉണ്ടാക്കി. പക്ഷെ ആ സമയത്താണ് കൊറോണ വരുന്നത്. അപ്പം ഞാൻ കണ്ടതാണ്, നമ്മളൊരു കാര്യം പെട്ടെന്ന് മാർക്കറ്റ് മാറി, ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മൊത്തം അടച്ചു. ഇതെന്ന് തുറക്കുമെന്ന് ആർക്കും അറിയത്തില്ല. എനിക്കത് 1.25 വർഷത്തിന് ശേഷമാണ് ശരിക്കും ഞങ്ങളെപ്പോലുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അടച്ചതിന് ശേഷം കറക്റ്റ് 1.25 വർഷം എടുത്തു പിന്നെ തിരിച്ച് തുറക്കാൻ. അത്രയും വർഷം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലം കിട്ടി, പിന്നെ അടച്ചു. അപ്പോൾ ശരിക്കും ഒന്ന് ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫംഗ്ഷനിൽ പോയത് 1.25 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ 1.25 വർഷം സ്ഥാപനങ്ങൾ അടഞ്ഞു കിടന്നാൽ എന്ത് പറ്റും? സ്റ്റാഫ് പോവും, റെൻറ്റ് നമുക്ക് 3 മാസം ഇളവ് കിട്ടുമായിരിക്കും. അതിനുശേഷം അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവർക്കും ലോണൊക്കെ ഉള്ളതാണ്. അപ്പം കംപ്ലീറ്റ് ഇൻഡസ്ട്രി തന്നെ പോയി. ഞങ്ങൾക്ക് ഈ ആപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ അതിൽ കൂടെ സർവൈവ് ചെയ്തു എന്ന് മാത്രമല്ല നല്ല രീതിയിലുള്ള ബിസിനസ് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തു, അതിനൊരു നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞൊരു പുതിയ പ്രോജക്റ്റ് എടുത്ത് അതിൻ്റെ ഒരു കംപ്ലീഷനിലോട്ട് വന്നിട്ടില്ല. ആപ്പ് ഇറക്കി, പക്ഷേ അതിന് ഇനിയും കുറേ മാർക്കറ്റിങ് അല്ലെങ്കിൽ അതിനെ ഒന്ന് മാർക്കറ്റിൽ പ്ലേസ് ചെയ്യണം. ഒരു ലാംഗ്വേജ് മാത്രമല്ല മറ്റൊരുപാട് കോഴ്സുകൾ കൊടുക്കുന്ന രീതി. ശരിക്കും ഒരു ജേണി നോക്കുമ്പോൾ നമ്മൾ പിവറ്റിംഗ് എന്ന് പറയും, അതായത് മാർക്കറ്റിന്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഒരു ഓണ്ടർപ്രണറുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പോലെ റീപ്ലേസ് ആയിപ്പോ, അങ്ങനെയാണ് എപ്പോഴും പറയുന്നത്. അത് നിങ്ങൾ ഇന്റൻഷനലി എങ്ങനെയാണോ അതോ സാഹചര്യം അനുസരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണോ? എനിക്ക് നമുക്ക് ഇന്റൻഷനലി തന്നെ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് അറിയാം
നമ്മളിപ്പോഴാണെങ്കിലും ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ നമ്മൾ നിൽക്കുന്നത്. ഇപ്പം തന്നെ അറിയാമായിരിക്കും, ഇപ്പോൾ ആൻറ്റി ഇമിഗ്രേഷൻ വൈബ് ലോകത്തെല്ലായിടത്തും. ഇപ്പോൾ അയർലൻഡിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഭയങ്കര പ്രശ്നമായിരുന്നു. UK ആളുകൾ തെരുവിലിറങ്ങി. ഇപ്പോൾ UK എന്ന് പറഞ്ഞാൽ നമ്മുടെ നേഴ്സുമാർക്കെതിരെയോ നമ്മളുടെ ആളുകൾക്കെതിരെയോ ഒന്നുമല്ല, ഇതല്ലാതെ വന്ന കുടിയേറ്റക്കാർക്കെതിരെയാണ്. പക്ഷേ നാളെ ഇത് എങ്ങനെ ടേൺ ഔട്ട് ആവും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓസ്ട്രേലിയയിലുണ്ട്, ജർമ്മനി ഒഴിച്ച് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ചിലപ്പം ഇത് 3, 4, 5 വർഷങ്ങൾക്ക് ശേഷം ഇമിഗ്രേഷൻ്റെ ഈ ഒരു കൾച്ചർ തന്നെ മാറിയേക്കാം. അപ്പോൾ നമ്മളത് വായനാശീലം ഉള്ളത് കൊണ്ടും സോഷ്യൽ മീഡിയകൾ കൃത്യമായി ശ്രദ്ധിക്കുന്നതുകൊണ്ടും നമ്മളത് പിന്നെ എക്സിസ്റ്റ് ആകണമല്ലോ. കാരണം നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും സ്റ്റാഫ്. ഞാൻ എപ്പോഴും പറയും, ഈ ബൈബിളിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈ കാണാതെ പോയ 99 ആടിനെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് കാണാതെ പോയ ആടിനെ തേടി യേശു ഇങ്ങനെ പോയി എന്ന് പറയുന്നൊരു സ്റ്റോറിയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഈ കാണാതെ പോയ ഒരു ആടിൻ്റെ പുറകെയല്ല, ബാക്കി 99 ആടിൻ്റെ പുറകെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഓണ്ടർപ്രണർ നിലയ്ക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് 100-100-100-ലധികം സ്റ്റാഫുകളുണ്ട്. അപ്പോൾ 100-ലധികം കുടുംബങ്ങളുണ്ട്. ഇതിനകത്ത് 50 വയസ്സ് കഴിഞ്ഞവരുണ്ട്, 40 വയസ്സ് കഴിഞ്ഞവരുണ്ട്. എന്നെ എപ്പോഴും അതാണ് അട്രാക്ട് ചെയ്യുന്ന സൈഡ്. അപ്പോൾ ഇവർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. നാളെ നമ്മളുടെ ഒരു വിഷൻ ഇല്ലാത്തത് മൂലം ഈ ഇൻഡസ്ട്രി അങ്ങ് അടഞ്ഞു പോയാൽ ഇതിൽ പല ആളുകൾക്കും ചിലപ്പം ഒരു ജോലി പോലും കിട്ടത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സാലറി കിട്ടത്തില്ല. അപ്പോൾ ഒരു ഓണ്ടർപ്രണർ നിലയ്ക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഏതാ നമ്മുടെ സ്റ്റാഫ് സൊസൈറ്റിയോടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഈ 2018 തൊട്ടുള്ളവരുണ്ട്, ഇപ്പോൾ 8 വർഷമായി, അല്ലെങ്കിൽ 2019 തൊട്ടുള്ളവരുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കും, നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും പറ്റിയാൽ ഈ ക്യാഷ് ഫ്ലോ നിന്നാൽ എങ്ങനെ ഇവർക്ക് സാലറി കൊടുക്കും, അല്ലെങ്കിൽ ഇവർക്കൊരു അതിനാണ് നമ്മൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ മേഖലകളിലേക്ക് മാറാം, ഒരു സസ്റ്റൈനബിലിറ്റി ഉള്ള ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ പാലലി വേറെ തുടങ്ങുന്നുമുണ്ട്. പക്ഷേ ഈ ഇൻഡസ്ട്രി ഇതിങ്ങനെയാണ്, അപ്ഡേറ്റ് ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ, ഞാൻ ജനറിക് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു ഹെൽത്ത് നേഴ്സ് പോലത്തെ ഒരാളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ OETയുടെ സാധ്യതകൾക്ക് എന്തൊരു ലിമിറ്റേഷൻസ് ചെയ്യാൻ മനസ്സിലാക്കുന്നു. അവർക്ക് പറ്റിയ IELTS OET തന്നെയാണോ വേണ്ടത്? ഏത് കൺട്രിയിലേക്കാണ് ഒരു നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ഇപ്പോഴത്തെ നെക്സ്റ്റ് 1 or 2 ഇയറിലേക്കുള്ള സാധ്യത? ഇപ്പം നിലവിൽ ഏറ്റവും വലിയ സത്യത്തിൽ ജർമ്മനിയാണ്. കാരണം ബാക്കി ഓപ്പണിംഗ് ഇല്ലെന്നല്ല, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഓപ്പണിംഗ് ഉണ്ട്, കാനഡയിൽ ഓപ്പണിംഗ് ഉണ്ട്, ഇപ്പോൾ US H1 B1 വിസ നിർത്തിയാലും വേറെ പാത്ത് വേകളുണ്ട്. പക്ഷേ നമ്മുടെ നേഴ്സുമാർ ഏറ്റവും പെട്ടെന്ന് ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ UKയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരാൾ OET IELTS പഠിച്ച് പാസ്സായ ഒരു CBT കൊണ്ട് എടുത്താൽ ഒരു 6 months കൊണ്ട് UK ചെല്ലാം. പക്ഷേ കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ, ഇപ്പോൾ കാനഡ, ഓസ്ട്രേലിയയാണ് ഓപ്പണ്, ബാക്കി UK, അയർലൻഡ്, ന്യൂസിലാൻഡ് എന്ന് പറയുന്നതൊക്കെ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഈ ഓപ്പണിംഗ് ആണെങ്കിലും വിൽ ടേക്ക് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഇപ്പോൾ കാനഡയിലൊക്കെ ഒരാൾ ഇൻ്റർവ്യൂ പാസ്സായി, ഒരാൾക്ക് പക്ഷേ ഡയറക്റ്റ് PR കിട്ടും. ഇൻ്റർവ്യൂ പാസ്സായി ഓക്കെ ആയെങ്കിൽ പോലും ചിലപ്പോൾ 1.25 വർഷമൊക്കെ എടുക്കും ഇതവരവിടെ നിന്ന് ചെല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷം വരെ എടുക്കുന്ന കേസസും ഉണ്ട്, സത്യസന്ധപരമായിട്ട് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പം ജർമ്മനിയുടെ ഗുണം ഒന്ന് ഡയറക്റ്റ് ജോബ് വിസയാണ്. ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറായാൽ പഠിച്ചു കഴിഞ്ഞാൽ 3-4 മാസത്തിനുള്ളിൽ കയറിപ്പോവാം. പിന്നെ നമ്മൾ മാർക്കറ്റ് പഠിക്കുമ്പോൾ അടുത്ത 5 വർഷത്തേന് ലക്ഷക്കണക്കിന് നേഴ്സസിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് വേണ്ട രാജ്യം ജർമ്മനിയാണ്. ഇനി ഹെൽത്തിലേക്ക് മാറ്റി വെച്ച് സ്കിൽഡ് മൈഗ്രേഷൻ പോലത്തെ, ഇപ്പോൾ ഫിനാൻസ് പ്രൊഫഷണൽ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ സ്കിൽഡ് മൈഗ്രേഷൻ ചൂസ് ചെയ്യണം. പൊതുവെ കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും എക്സ്പ്രസ് എൻട്രി. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് കൺട്രിയാണ് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട്? അതും ജർമ്മനിയാണ്. എനിക്ക് 15 ലക്ഷം 20 ലക്ഷം സ്കിൽഡ് ലേബേഴ്സിന് ഷോർട്ടേജ് അവിടെ ഉണ്ട്. ഓക്കെ, ലാംഗ്വേജ് മാത്രം പഠിച്ചാൽ മതി. കാരണം നമ്മളെപ്പോഴും പറയും, ഒരു രാജ്യം ഓപ്പൺ ആകുമ്പം അവിടെ കയറി പോകുന്നവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നവരാണ്. കാരണം അവർക്ക് ദേ നീഡ് പീപ്പിൾ. അവർക്ക് എന്ത് കോംപ്രമൈസ് ചെയ്തും ദേ വിൽ ടേക്ക് പീപ്പിൾ. പക്ഷേ അത്യാവശ്യം അവർ സസ്റ്റൈനബിൾ ആയി കഴിയുമ്പം അവർ പിന്നെ കുറച്ചുകൂടെ നോക്കിയെടുക്കും. ഇപ്പോൾ കാനഡയുടെ എങ്ങനെയാണ്, സ്റ്റഡി അബ്രോഡിന് 5, 6, 7 വർഷങ്ങൾക്ക് മുമ്പ് കയറിപ്പോയ കുട്ടികൾക്കൊക്കെ PR കിട്ടും, അല്ലെങ്കിൽ കുട്ടികൾക്ക് PR കിട്ടി. പക്ഷേ റീസെൻ്റ്ലി കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം പോയ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യും, കാരണം അവിടെ ഓവർ പോപ്പുലേറ്റഡ് ആയ കുട്ടികൾ. അപ്പോൾ അതെല്ലാം സ്ഥലത്തും ഇപ്പോൾ ജർമ്മനി ഇപ്പോൾ ഈ വർഷം അടുത്ത വർഷമൊക്കെ അതുപോലെ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അവിടെ പോവാം. പക്ഷെ ഒരു 4 വർഷം കഴിഞ്ഞാൽ they will also have demands. അപ്പോൾ വേറൊരു രാജ്യമായിരിക്കും ഓപ്പൺ. ശരി, ഇപ്പോൾ ചില സമയത്ത് ഇങ്ങനെ എസ്റ്റോണിയ, പോളണ്ട്, അങ്ങനത്തെ പല അതർ യൂറോപ്യൻ കൺട്രീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന പല ഏജൻസീസിനും കണ്ടു. അതിൻ്റെ ഒരു റിയൽ സെൻസ് എന്താണ്? അവിടെയും ഇതുപോലെ ഓപ്പൺ ആണോ, അതോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? അതായത് ഇപ്പോൾ ഈ അതർ കൺട്രീസ് എന്ന് പറയുമ്പോൾ യൂറോപ്പിൻ്റെ എല്ലാം ഒരു മെയിൻ പ്രോബ്ലം അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കണം. ഇപ്പോൾ പോളണ്ടിലാണെങ്കിൽ പോളിഷ് ലാംഗ്വേജ് പഠിക്കണം, ഇപ്പോൾ ഡെൻമാർക്കിലാണെങ്കിൽ ഡാനിഷ് പഠിക്കണം, നെതർലൻഡിലാണെങ്കിൽ അത് പഠിക്കണം, സ്വിസ് ആണെങ്കിൽ സ്വിസ് പഠിക്കണം. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് യൂറോപ്പിൽ എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
പക്ഷേ പ്രോബ്ലം ഇപ്പോൾ ഇറ്റലിയാണ്, ഇറ്റാലിയൻ പഠിക്കണം. പക്ഷേ പ്രോബ്ലം അവിടുത്തെ ഒരു B2 ലാംഗ്വേജ് എങ്കിലും പഠിച്ചെടുക്കണം. അത് ഹെൽത്ത് കെയറിലാണ്. ഇനി അല്ലാതെയുള്ള ഇപ്പോൾ സ്കിൽഡ് ലേബറായിട്ട് വരുന്ന പ്ലംബർ, വെൽഡർ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഈ സീസണൽ വിസകളുണ്ട്. 8 മാസം, 9 മാസം, 1.5 വർഷം എന്നൊക്കെ പറഞ്ഞു. അത് വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ കിട്ടും. പക്ഷേ അവർക്ക് അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് പോവുക, ജോലി ചെയ്ത് തിരിച്ചു വരിക. ഒരു ലൈഫ് സെറ്റിൽമെൻറ്റ് PR ഓപ്ഷനിലോട്ട് നോക്കുവാണെങ്കിൽ സത്യത്തിൽ യൂറോപ്പിൽ ഈ സ്കിൽഡ് അല്ലെങ്കിൽ അൺസ്കിൽഡ് ലേബേഴ്സ് ലാംഗ്വേജ് പഠിക്കാത്ത പക്ഷം സ്കോപ്പില്ല. ഇപ്പോൾ സ്റ്റാർട്ടപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ഐഡന്റിഫിക്കേഷന് നമ്മൾ സെല്ല് ചെയ്യുന്നൊരു പോയിന്റാണ് USP എന്നൊക്കെ പറയുന്നത്. അല്ല, നമ്മുടെ യൂണിക് വാല്യൂ പ്രൊപ്പോസിഷൻ എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് പല സെഗ്മെന്റിലും പല കോമ്പറ്റീറ്റേഴ്സും ഉണ്ട്. നമുക്കിപ്പോൾ 3-4 സെഗ്മെന്റ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ വെച്ച് നോക്കുമ്പോൾ ട്വിൻസ് എബ്രോഡിന്റെയും ILTയുടെയും ഇപ്പോഴത്തെ ഒരു USP ഇപ്പോൾ നമ്മൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്താണ് നിങ്ങളിപ്പോൾ പറയുന്നത്? ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പല ഇൻഡസ്ട്രികൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മൾ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പം ലാംഗ്വേജ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ സ്റ്റഡി അബ്രോഡ് തികച്ചും വേറെ സെഗ്മെന്റ് ആണ്. ഇമിഗ്രേഷൻ വേറെ സെഗ്മെന്റ് ആണ്. ജോബ് റിക്രൂട്ട്മെന്റ്, നമ്മൾ റിക്രൂട്ട്മെന്റ് ലൈസൻസ് എടുത്തെന്ന് പറഞ്ഞാൽ 4 ഇതുണ്ട്. അപ്പോൾ ഈ 4 സർവീസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോർമലി ഈ 4 സർവീസും കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ വളരെ കുറവാണ്. റിക്രൂട്ട്മെന്റ് ചെയ്യുന്നവർ അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. സ്റ്റഡി അബ്രോഡുകാർ അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇമിഗ്രേഷൻകാർ അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം പ്ലസ് ലാംഗ്വേജും എല്ലാം കൂടെ കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമുക്കൊരാൾ വന്നാൽ ഏത് പാത്ത് വേയിൽ കൂടെ പോയാലാണ് ഇവർക്കൊരു സ്കോപ്പ് ഉള്ളത് എന്നുള്ളത് നമ്മുടെ ഒരു മെയിൻ USP ആയിട്ട് നമ്മൾ കാണാറുണ്ട്. 2 പിന്നെ നമ്മൾ കുറച്ചുകൂടെ അവിടെ ചെന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി പരമാവധി ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കൊടുത്ത് അത് ടെക്നോളജി ആയിട്ട് കുറച്ചുകൂടെ കണക്ട് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് നോർമലി. പിന്നെ ഞാൻ കണ്ണൻ്റെ പല ഇതിലും കാണാറുണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ ഓണ്ടർപ്രണർഷിപ്പിനെ പറ്റി. കാരണം നമ്മുടെ നാട്ടിലൊരു ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നത് വളരെ മോശമാണ്. അല്ലെ, ബിസിനസ്സിലൊരു ഫ്ലറിഷ്മെന്റിനെ പറ്റി ആരും ചിന്തിക്കാറില്ല. ശരിക്കും എന്ത് ബുക്കുകൾ, ഏത് റിലീജിയസ് ബുക്കിലാണെങ്കിലും അല്ലെങ്കിലും ഒരു അഭിവൃദ്ധി വേണമെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് വേണം. പക്ഷെ അതെനിക്ക് വളരെ ഇംപ്രസീവ് ആയിട്ട് തോന്നി. കാരണം പലരും അതിനെപ്പറ്റി പറയാറില്ല. അതെന്താണ് ശരിക്കും ആ തോട്ട്? നോർമലി നമ്മളിപ്പോൾ ഞാനെപ്പോഴും വിശ്വസിക്കാറുണ്ട് നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം. നമുക്ക് ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മേക്കിംഗ് മണിയാണ്. അപ്പോൾ തന്നെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും കൂടെ ഒരു വ്യക്തിക്ക് പേഴ്സണലി വേണം എന്നുള്ളത് ഞാൻ വിചാരിച്ചത് എനിക്ക് വായനയിൽ നിന്ന് കിട്ടിയാന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനൊരു ബേസിക് ഒരു ക്രിസ്ത്യനാണ്. ഞാൻ മനസ്സിലാക്കിയൊരു കേസ്, ബാക്കിയുള്ള കമ്മ്യൂണിറ്റികളെക്കാളും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയ്ക്ക് ഈ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ആശയത്തിന് തീരെ പ്രസക്തി കുറവാണ്. നമ്മൾ മറ്റ് ഇപ്പം നമുക്ക് ഇപ്പോൾ പറയാറുണ്ട്, ഇപ്പം ഇന്ത്യയുടെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ജയൻസിനെ എടുക്കുവാണെങ്കിൽ ഈ പറയുന്ന മാർവാടികൾക്കും പാഴ്സികൾക്കും ഒക്കെ അതിനകത്ത് ഭയങ്കര പ്രാധാന്യമാണ്. നമ്മുടെ മെയിനായിട്ടുള്ള എല്ലാ മില്യനേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മമാർ അതിനകത്തുണ്ട്. അപ്പോൾ അവരുടെ ഒരു സമൂഹത്തിൻ്റെ കൾച്ചർ അങ്ങനെയാണ്. വരുന്നൊരു കുട്ടിയെ ബിസിനസ് പഠിപ്പിക്കാൻ ആവശ്യമായ എല്ലാ ഇക്കോസിസ്റ്റവും അവർക്ക് ആ ഫാമിലി കൾച്ചർ റിലീജിയനകത്തുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ക്രിസ്ത്യാനിറ്റിയോട് വരുമ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കേസ്, നമ്മുടെ ചർച്ചകളിലോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്ഥലങ്ങളിലോ അങ്ങനെയുള്ളൊരു ഒരു പുള്ളില്ല ഇവർക്ക്. നേരെ മറിച്ച് അൺഫോർച്ചുനേറ്റ്ലി ബൈബിളിലെ ചില കൊട്ടേഷനുകളും കാര്യങ്ങളും എടുത്ത് ഇവിടെ ഇപ്പം ബിസിനസ് പറഞ്ഞിട്ട് ഈസ് റിലേറ്റഡ് ടു മണി. അപ്പം മണിയെ തെറ്റായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഞാൻ എപ്പോഴും പറയും പൈസയല്ല തെറ്റ്. ഇപ്പം നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ വെച്ച് മനുവിന് എന്നെ വിളിച്ച് എന്ത് വേണം പറയാം, ഒരു പോലീസ് സ്റ്റേഷന് വേണമെങ്കിൽ വിളിച്ച് പറയാം. അപ്പം ഹൗ യൂസ് ഇറ്റ്. മനു ആ മൊബൈൽ ഫോൺ വളരെ വൃത്തിക്ക് യൂസ് ചെയ്യാനും പറ്റും. ആ മൊബൈൽ ഫോൺ ഇറ്റ് ഇസ് ഡിപ്പെൻഡ് ഓൺ മനു ആണ് എന്ന് പറയുന്ന പോലെ തന്നെ പലരും മണിയെ കണ്ടേക്കുന്നത്, എസ്പെഷ്യലി നമ്മുടെ ഈ തെറ്റായ ചില പ്രസംഗങ്ങൾ മുഖാന്തരം മണി എന്ന് പറയുന്നേ തെറ്റാന്നൊരു ചിന്ത ആൾക്കാർ ഇടയ്ക്ക് വന്നു. മണി ഉണ്ടാക്കരുത്. അപ്പോൾ മണി ഉണ്ടാക്കുന്നത് ആരാണ്? ബിസിനസ്സുകാരാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്നവരുടെ പർപ്പസ് എന്താണ്? അപ്പം നമ്മൾ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, കൂടുതൽ ബിസിനസ് ഉണ്ടാകണം, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകണം, എങ്കിൽ നമുക്ക് കൂടുതൽ സ്കെയിൽ ചെയ്യാൻ പറ്റൂ, നല്ല രീതിയിലുള്ള സാലറി കൊടുക്കാൻ പറ്റൂ. അപ്പോൾ മണി വേണം. മണി ഫോക്കസ് ചെയ്യാതെ പറ്റത്തില്ല. നല്ല സർവീസ് കൊടുക്കുമ്പോൾ മണി ഓട്ടോമാറ്റിക്കലി വരും. എങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അത് തന്നെ തെറ്റാണെന്ന് ഒരുപാട് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉള്ളവർ എനിക്ക് തോന്നി. കാരണം എന്നോട് പലരും പറഞ്ഞു നിങ്ങളിങ്ങനെ ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കരുത്. അപ്പോഴാണ് ഞാൻ അവിടുത്തെ ഒരു
to educate the society that money is not an evil. Okay. The attitude towards money ആണ് പ്രോബ്ലം. ബൈബിൾ അതുപോലെ തന്നെ ബൈബിൾ നെവർ സേസ് മണി ഈസ് ബാഡ്. ഓക്കെ. ബൈബിൾ ക്ലിയർലി പറയുന്നുണ്ട് ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണിയാണ് റോങ്. ബിക്കോസ് ഈ മണി ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ അറിയാലോ, അതിനകത്ത് മെനി റിച്ച് പീപ്പിൾ. ഇപ്പൊ ഡേവിഡ് എക്സ്ട്രീംലി റിച്ച് ആണ്, അബ്രഹാം എക്സ്ട്രീംലി റിച്ച് ആണ്, ജേക്കബ് എക്സ്ട്രീംലി റിച്ച് ആണ്, സോളമൻ എക്സ്ട്രീംലി റിച്ച് ആണ്. അപ്പം ഈ ബൈബിൾ വാസ് എഗെയിൻസ്റ്റ് മണി, ഇവരാരും വരരുത്. പക്ഷെ അപ്പം ഞാൻ ഓർത്തു നമ്മളെ അങ്ങനെ ആ ടീച്ചിങ്ങിൽ കൂടെ ഒരു 10 പേർക്കെങ്കിലും ഒരു റെവലേഷനോ ഇൻസ്പിറേഷനോ ഉണ്ടാവുകയാണെങ്കിൽ, അവർ 10 പേർക്ക് തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ, അവരുടെ വീടുകളിൽ കുറച്ചുകൂടി ഫിനാൻസ് വരുവാണെങ്കിൽ ആ കുടുംബങ്ങൾ കുറച്ചുകൂടി മനോഹരമാകുമല്ലോ. അപ്പം അങ്ങനെ നോർമലി ആൾക്കാർ ഇങ്ങനെ പറയാറില്ല, ഇതിന് രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ പാടാണ്, ഈ റിലീജിയൻ പ്ലസ് ബിസിനസ്. നമ്മളൊരു ഒരു അറ്റംപ്റ്റ് ആണ്, അത് എവിടെ വരെ ചെല്ലുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ശരി, ഇനി ഞാൻ കുറച്ചും കൂടി ഫ്യൂച്ചർ ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ, ഒരു ലോങ് ടൈം എന്ന് പറയുന്നില്ല, നെക്സ്റ്റ് ഒരു 5 ഇയറിൽ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ILT ട്വിൻസ് അബ്രോഡിൻ്റെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ എക്സ്പാൻഷൻ ആണോ അതോ ഇൻവെസ്റ്റ്മെന്റ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ വലിയ എന്താണ് നിങ്ങൾ? അതെ, നമ്മളതിനകത്ത് ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയിലേക്ക് ഒന്നിറങ്ങിയാലോ നമുക്കൊരു പ്ലാൻ ഉണ്ട്. കാരണം ഞാൻ മാർക്കറ്റിനെ കുറിച്ച്, കാരണം നമ്മളിതുമായിട്ട് അറിഞ്ഞോ അറിയാതെ ആ ഇൻഡസ്ട്രി നമ്മളെത്തി. ബിക്കോസ് നമ്മൾ ട്രാവലുകൾ ചെയ്യുന്നു, രാജ്യങ്ങളിൽ പോകുന്നു, കുട്ടികളെ നമ്മൾ രാജ്യങ്ങളിലേക്ക് വിടുന്നു, അവരുടെ പേരൻസിനെ നമ്മൾ ഫാമിലി വിസ എടുത്ത് കൊടുത്ത് വിടുന്നു. അപ്പോൾ വിസ പ്രോസസ്സിങ്, ഈ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇമിഗ്രേഷൻ പോളിസിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല അറിവുണ്ട്. പ്ലസ് ഞാനിപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ 16 രാജ്യങ്ങൾ യാത്ര ചെയ്യും. ഈ വർഷം വീണ്ടും ഇനി യാത്രകളുണ്ട്. അപ്പോൾ നമ്മളും പേഴ്സണലി യാത്രകൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓർത്തു, നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി ആയിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. അപ്പം എന്നാൽ എന്തുകൊണ്ട് ആ ഇൻഡസ്ട്രിയിലേക്ക് ചെറിയൊരു ബിസിനസ് എക്സ്പാൻഷൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ ബിൽഡ് ചെയ്യുന്ന ശ്രമത്തിലാണ്. അപ്പോൾ 2-3 മാസങ്ങൾക്കുള്ളിൽ അതാണ് നമ്മുടെ ഒരു മെയിൻ ബിസിനസ്സായിട്ട് നമ്മൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നത്. ശരിക്കും ഈ ഒരു സെഗ്മെന്റിലേക്ക് കാരണം കുറേ ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. കാരണം പലവരും ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നത്, പല ബിസിനസ് ഫെയിൽ ചെയ്യണോ അതിലാണ്. അതായത് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ട്, ആ ട്രെൻഡ് അവസാനിക്കാറായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് പിന്നെ നമ്മൾ മാറണം. പലവരും അങ്ങനെ നോക്കാതെ എൻട്രി ചെയ്യും, അത് ഫെയിൽ അല്ലേ? അപ്പോൾ ഇനി ഒരു സ്റ്റഡി അബ്രോഡിലേക്കോ ലാംഗ്വേജ് സ്റ്റഡിയിലേക്ക് വരുന്നവരോട് ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു കാര്യം പറയാം? ഒന്ന്, സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലേക്ക് ഇനി അടുത്തൊരു 3 വർഷം ഇറങ്ങരുത്. കാരണം ഓൾറെഡി മാർക്കറ്റ് ഓവർ ക്രൗഡഡ് ആണ്. ഈ മാർക്കറ്റിലുള്ള ഏജൻസികൾ തന്നെ സർവൈവ് ചെയ്യാൻ കഷ്ടപ്പെടുവാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് അതിനകത്തോട്ട് വലിയ ഓഫീസൊക്കെ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് വന്നാൽ ഉറപ്പായിട്ടും അതിൻ്റെ പൊട്ടൻഷ്യൽ ഇല്ല. ഇനി അഥവാ വരണം എന്നുണ്ടെങ്കിൽ പോലും മിനിമലായിട്ട് ചെറിയ ഓഫീസ് എടുത്ത് നമ്മളുടെ നെറ്റ്വർക്കിങ്ങിൽ കൂടെയുള്ള ബിസിനസ് എടുത്ത് ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് വരെ നമ്മൾ വലിയൊരു രീതി മാർക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെ മാർക്കറ്റിങ്ങിന് ദർ ഈസ് നോ മാർക്കറ്റ് അറ്റ് ഓൾ. അപ്പം മാർക്കറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് വലിയ പൈസ കൊടുത്ത് മാർക്കറ്റ് ചെയ്ത് ഹോർഡിങ്സും ഒക്കെ എടുത്ത് വെച്ച് നിങ്ങൾ ചെയ്താൽ അത് നഷ്ടത്തിലോട്ട് വരും. അതാണ് ഒന്ന് ഈ സ്റ്റഡി അബ്രോഡ് സംബന്ധിച്ച് പറയാനുള്ളത്. 2, പിന്നെ ഈ ലാംഗ്വേജ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പഴയ കൺവെൻഷണൽ മെത്തേഡ് ഇന്നൊരു എൻഡ് വന്നു. ക്ലാസ് റൂമിൽ പോയി കുട്ടികൾ പഠിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഈ റൂട്ടിൽ നോക്കണമല്ലോ. ഇപ്പോൾ റൂട്ടിൽ വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ 10 തൊട്ട് 4 വരെ ഒരു ക്ലാസ് റൂമിനകത്ത് പോയിരുന്ന് പഠിക്കാൻ അവൻ തയ്യാറല്ല, അവൻ താല്പര്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ലാംഗ്വേജ് ട്രെയിനിങ്ങിലോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ബ്ലെൻഡ് ടു ടെക്നോളജി, ഇന്നോവേറ്റീവായിട്ട് ടെക്നോളജിയെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലല്ലാതെ വീണ്ടും പഴയ ഒരു ബിൽഡിംഗ് എടുത്ത് കുറേ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കി എല്ലാം കൂടെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് ബിസിനസ് തുടങ്ങിയാൽ സർവൈവ് ആകാൻ ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്. മെയിൻലി 2 കാര്യങ്ങൾ.